friends, welcome back to Nilu's kitchen. എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ ഓണസദ്യ പൂർണ്ണമാവണമെങ്കിൽ എന്തായാലും പായസം വേണം. പായസമില്ലാത്തൊരു ഓണസദ്യയെ പറ്റി നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നുറുക്ക് ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് നുറുക്ക് ഞാനിവിടെ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 വിസിൽ വന്നപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഉടച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ശർക്കര വേണം, അതുപോലെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും വേണം. ഒരു തേങ്ങയിൽ നിന്നും നമ്മളിവിടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് മാറ്റി വയ്ക്കണം. അതുപോലെ മധുരം നമുക്ക് ഇഷ്ടമനുസരിച്ച് ചേർക്കാം, കൂട്ടിയോ കുറച്ചോ ചേർക്കാം. ഈ പായസത്തിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. വെള്ള ശർക്കരയേക്കാളും കുറച്ചുകൂടി നല്ലത് കറുപ്പ് കളറിലുള്ള ശർക്കരയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉരുക്കി അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് മധുരം ചേർത്ത് കൊടുക്കുന്നത്. പായസമാകുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണം. അപ്പോൾ കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ജീരകവും ഏലക്കായും കൂടി പൊടിച്ച പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ശർക്കര ഇങ്ങനെ വറ്റി വരുന്നുണ്ട് നന്നായിട്ട്. നമുക്കിതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നെയ്യിൻ്റെയും അതുപോലെ ഏലക്ക, ജീരകം എന്നിവയൊക്കെ നല്ല ശർക്കരയൊക്കെ ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 3-ാം പാലൊന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് 2-ാം പാലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പായസം 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു വെച്ച 2-ാം പാൽ കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പായസം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. അതിനുശേഷം കുറച്ച് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും കൂടി തൂവി കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ പായസം റെഡിയായി.